ഹായ് മക്കളമാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? ഇതാണ് ഞങ്ങളുടെ മിയ. രാവിലെ വന്ന് വിളിച്ചുണർത്തിയതിന് ശേഷം വെളുതേവോണം ഉറക്കമാണ്. ഇന്ന് രാവിലെ ഭയങ്കര മഴയായിരുന്നു. മഴയായത് കാരണം ഇന്ന് രാവിലെ നടക്കാൻ പോയില്ല. പിന്നെ മഴയൊക്കെ കുറഞ്ഞതിന് ശേഷം ഇച്ചിരി പുറത്തിറക്കി നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടന്നപ്പം എൻ്റെ തെറ്റി കണ്ടോ, ഇതാദ്യമായിട്ടാണ് പൂത്തത്. ഒരു വെറൈറ്റി കളറ്, നല്ല ഭംഗിയില്ലേ? അടിപൊളിയായിട്ടുണ്ട്. ഇതിനെ ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട്. ഇതും ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിൽ പൂത്തത്. റോസെ പോലെയൊക്കെ ഇരിക്കുന്ന നല്ല ഭംഗി. പിന്നെ ഇത് രാവിലെ പിന്നെ എണീറ്റ് കോഴിയൊക്കെ തുറന്നിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നടക്കാനൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ഞാൻ കോഴി ഒക്കെ തുറന്നതിന് ശേഷം അടുപ്പ് കത്തിക്കും. അടുപ്പ് കത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചോറ് വെക്കുന്നത് ഞാൻ അടുപ്പിലാണ്. അപ്പോൾ അടുപ്പൊക്കെ കത്തിച്ച്, ഇതിൻ്റെ ഇടയ്ക്ക് അടുപ്പൊക്കെ കത്തിച്ച് വെച്ചതിന് ശേഷം ഞാൻ ടെറസിലോട്ട് പോയി അവിടുത്തെ കൃഷികളൊക്കെ ഒന്ന് നോക്കും. ഇന്ന് മഴയായതുകൊണ്ട് ടെറസിൽ പോയില്ല. അപ്പോൾ അടുപ്പ് കത്തിച്ച് വെച്ച്, അടുപ്പ് കത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് വിറവുണ്ട്. വിറകൊക്കെ ഉള്ളത് കാരണം എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഈ വിറവ് ചാരം നമുക്ക് ആവശ്യമാണ് കൃഷിക്കൊക്കെ വേണ്ടി. അപ്പം അതുകൊണ്ടാണ് അടുപ്പ് കത്തിക്കുന്നത്. അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ച് വെച്ച് അതൊക്കെ കത്തിപ്പിടിച്ചതിന് ശേഷം ഇനി ഞാൻ കാപ്പി ഉണ്ടാക്കാനായിട്ട് പോവാണ്. കണ്ടോ, വീണ്ടും മഴ വരുവാണേ. ഒരു മഴക്കോളായിട്ടുണ്ട്. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇടിയപ്പമാണ്. അതിനുവേണ്ടി ഞാൻ വെള്ളം തിളപ്പിച്ച് ഒഴിക്കുകയാണ്. വെള്ളത്തിനകത്ത് ഉപ്പും കൂടി ഇടും. എന്നിട്ട് ആ തിളച്ച വെള്ളവും ഉപ്പും കൂടെയാണ് ആ പൊടിയിലോട്ട് ഒഴിച്ച് ഇളക്കുന്നത്. ഒന്ന് ഇളക്കിയിട്ട് 10 മിനിറ്റ് അങ്ങനെ വെച്ചേക്കും. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് വരും. അതിന് ശേഷമാണ് ഞാൻ ഇടിയപ്പത്തിൻ്റെ അതിൽ വാരി വെക്കുന്നത്. വാരി വെച്ച് പെട്ടെന്നാവും കേട്ടോ. നല്ല നല്ല ടേസ്റ്റുമായിരിക്കും. നിങ്ങൾ ചൂടുവെള്ളത്തിലാണോ കുഴയ്ക്കുന്നത്? പിന്നെ ഞാൻ ഈ സ്റ്റീമറിലാണ് വെക്കുന്നത് കൊണ്ടേ ഞാൻ എന്നാ ചെയ്യുന്നറിയാമോ, വലുതായിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വല്പമൊക്കെ കഴിക്കുന്നവർക്ക് ഒരെണ്ണമായാലും മതി, അല്ലെങ്കിൽ 2 എണ്ണം. ഇത്രയൊക്കെ ആയി കഴിഞ്ഞാൽ ഇതാക്കും. പിന്നെ ഞാനിതിനകത്ത് കുറച്ച് തേങ്ങയും കൂടെയൊക്കെ ഇടും. നിങ്ങളിടുമോ തേങ്ങ? കടയിലൊന്നും മേടിക്കുന്നത് തേങ്ങ കാണില്ല, ഞാൻ ഇടാറുണ്ട്. നമുക്ക് തേങ്ങയൊക്കെ ഉള്ളത് കൊണ്ട് തേങ്ങ ഇടും. അങ്ങനെ സ്റ്റീമറിൽ വെച്ച് അടപ്പിൽ വെക്കുകയാണ്. അടപ്പിൽ വെച്ച് അങ്ങനെ ഇടിയപ്പം വെച്ച് ഇടിയപ്പത്തിൽ ഇത് ഒരുപാട് നേരം വേവേണ്ട കാര്യമില്ല, കാരണം തിളച്ച വെള്ളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പം പെട്ടെന്നാകും. അങ്ങനെ നമ്മുടെ ഇടിയപ്പം റെഡി. വാ, നമുക്കിനി കാപ്പി കുടിക്കാവേ. ഇന്നത്തെ എൻ്റെ പുറത്താണെങ്കിൽ ഭയങ്കര മഴ. രാവിലെ കുറച്ച് തോന്നുന്നതാണ്, വീണ്ടും തുടങ്ങി. വാ, കാപ്പി കുടിക്കാം. ഇന്നത്തെ എൻ്റെ കാപ്പി എന്താണെന്നറിയാവോ? ഇടിയപ്പമാണേ. കണ്ടാ, നല്ല സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പം. കുറച്ച് തേങ്ങയും കൂടെയൊക്കെ അതിനകത്ത് ഇട്ട്, ആ തേങ്ങയും കൂടെയൊക്കെ ചേർത്ത് കഴിക്കുമ്പോഴേ ഒരു ടേസ്റ്റാണ് അതിന്. പിന്നെ ഇതെന്ന് പറയുന്നത് ചിക്കൻ കറി എന്നൊക്കെ പറയാം. ഉരുളക്കിഴങ്ങ് ഇട്ട ചിക്കൻ കറി. ഉരുളക്കിഴങ്ങ് അരച്ച് ചേർത്തതാണേ. നല്ല ടേസ്റ്റാണ്, നല്ല കൊഴുപ്പുമായിരിക്കും. ചെയ്യാത്തവരുണ്ടെ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു കൈ കാണുന്ന പപ്പയ്ക്ക് എവിടോ അത്യാവശ്യമായിട്ട് പോകണമെന്ന് പറഞ്ഞ് റെഡി ആയിക്കൊണ്ടിരിക്കുക. അതിനാണ് എൻ്റെ ഇടയിൽ കൂടെ മുട്ട അതെടുക്കാനായിട്ട് വന്നിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. അടിപൊളിയല്ലേ? അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.